അപ്പൊ ഇസ്മായിൽ ഖാന്റെ ഇലക്ഷൻ പ്രവർത്തനം ചോദിക്കുന്ന അതിന്റെ രാഹുൽ മാങ്കൂട്ടം ഏതാനും നിമിഷത്തിനകം പിരായിരിയിലെ പുതുക്കുളങ്ങരയിലെ ഇന്നലെ രാഹുൽ മാങ്കൂട്ടം തന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ചിലവഴിച്ചുകൊണ്ട് ഒരു മിനി മാസ് ലൈറ്റ് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ഒരു വിഷ്വലാണ് നിങ്ങൾ കണ്ടത്. ഇത് എവിടെ എത്ര വലിയ ചർച്ചയാക്കേണ്ടത് എന്താണെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. അതിനുള്ള ഉത്തരമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ചിത്രം എന്ന് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടം പാലക്കാടിന്റെ നിയോജക മണ്ഡലത്തില് തന്റെ വികസന പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ കരുനീക്കങ്ങളുമായി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ വ്യക്തമായ പ്ലാനുകളോട് കൂടിയാണ് രാഹുൽ തന്റെ നിയോജക മണ്ഡലത്തിൽ ഇടപെടലുകൾ നടത്തുന്നതും വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതും വളരെ വ്യക്തമായ പ്ലാനുകളോട് കൂടി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ആ പ്ലാനുകളിൽ ഒന്നാമതായിട്ടുള്ളത് ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. രണ്ടാമതായിട്ടുള്ളത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളെയും മുന്നിൽ കണ്ടുകൊണ്ടുള്ള വ്യക്തമായ പദ്ധതികൾ, അതോടൊപ്പം തന്നെ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ആ ഒരുമിച്ച് നിർത്തൽ മറ്റൊരർത്ഥത്തിൽ ചില രാഷ്ട്രീയ നീക്കങ്ങളിലേക്ക് കൂടി വഴിവെളുക്കുകയാണ്. കഴിഞ്ഞ ദിവസം നഗരസഭാ പരിധിയിൽപ്പെടുന്ന ഒരു റോഡ് ഉദ്ഘാടനത്തിൽ BJPയുടെ നഗരസഭാ അധ്യക്ഷ അതിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും കോലാഹലങ്ങളും ഒച്ചപ്പാടുകളും ബഹളങ്ങളും മാരാർജി ഭവനിലെ തമ്മിലടിയും ഒക്കെ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് കണ്ണാടി പഞ്ചായത്തിലെ പ്രസിഡന്റ് ആയിട്ടുള്ള CPMന്റെ പ്രസിഡന്റ് ലതാ M വന്നുകൊണ്ട് രാഹുലുമായി വേദി പങ്കിട്ടതുമായ അടികൾ നമ്മൾ കാണുന്നു. ഇതൊക്കെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് ഈ പറയുന്ന നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ നഗരസഭാ അധ്യക്ഷയും ഒക്കെ കോൺഗ്രസ് ക്യാമ്പിലേക്ക് നടന്നു കയറുന്നതിന്റെ തൊട്ടടുത്തെത്തിയിരിക്കുന്ന നിമിഷങ്ങളിലേക്കാണ് നമ്മളെ എത്തിക്കുന്നത് എന്നുള്ളതാണ്. രാഹുലിന്റെ പ്രവർത്തനങ്ങള്, രാഹുലിന്റെ വികസന പ്രവർത്തനങ്ങള് അത് നാട്ടില് ഈ പറയുന്ന പാലക്കാടിന്റെ ജനങ്ങൾക്ക് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരിലേക്കും എത്തുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. രാഹുലിന്റെ പ്രവർത്തനങ്ങള് ഇങ്ങനെ നമ്മൾ എത്തിക്കാൻ, ഓരോ പ്രവർത്തനങ്ങളും ഇങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ഒരു സമയത്ത് രാഹുൽ തിരിച്ചെത്തിയപ്പോ രാഹുലിന്റെ പ്രവർത്തികൾ, രാഹുലിന്റെ പരിപാടികൾ, രാഹുലിന്റെ പൊതുപരിപാടികൾ ഒന്നും മാധ്യമങ്ങളെ അറിയിക്കുന്നില്ല, എല്ലാം ഒളിച്ചു വെച്ചുകൊണ്ട് നടത്തുകയാണ്, ആരെയും അറിയിക്കാതെ നടത്തുകയാണ് എന്നുള്ള ഒരു പരാതിയായിരുന്നു മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായിരുന്നത്. എന്നാൽ ഇവരെ ഇപ്പൊ വിളിച്ച് ഓരോ പരിപാടികളും ഇവരെ വിളിച്ച് ക്ഷണിച്ച് നിങ്ങൾ വരണം, നിങ്ങൾ കവർ ചെയ്യണം, നിങ്ങൾ ഇത് വാർത്തയാക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും ഇവരിപ്പോ എത്തുന്നില്ല. അതിനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാപ്രകൾക്കിടയിൽ ഒരു അടക്കം പറച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. എന്താണത്? അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിങ്ങനെ രാഹുലിന്റെ പരിപാടികളിലേക്ക് പോയിട്ട് അതൊക്കെ കവർ ചെയ്ത് വലിയ വാർത്തയാക്കേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ നമ്മൾ ചെയ്യുന്നത് അത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഈ വികസന പ്രവർത്തനങ്ങള് അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു വഴിയാണ്, ഒരു മാർഗമാണ്. അതുകൊണ്ട് നമ്മൾ ഫ്രീ ആയിട്ട് അങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട എന്ന് മാപ്രകൾ തമ്മിൽ ഒരു അടക്കം പറച്ചിലുകൾ നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തില് മാധ്യമ പ്രവർത്തകരൊക്കെ രാഹുലിനെ ബഹിഷ്കരിക്കുന്ന ഒരു അവസരത്തിലേക്കാണ് നമ്മൾ എത്തിയത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബഹിഷ്കരണമാണ്. രാഹുലിന്റെ പരിപാടികൾ ഞങ്ങൾ കവർ ചെയ്യുന്നില്ല എന്നുള്ള ഒരു ബഹിഷ്കരണം ഈ പറയുന്ന മാധ്യമങ്ങൾ നടത്തിയിരിക്കുകയാണ്. അങ്ങനെ രാഹുലിനെ ഒരു പബ്ലിസിറ്റി നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ട, രാഹുലിന്റെ വികസന പ്രവർത്തനങ്ങൾ ഇങ്ങനെ നമ്മൾ എല്ലാം കവർ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ 2026 തെരഞ്ഞെടുപ്പില് അത് രാഹുലിന് വലിയ പണികളൊന്നും എടുക്കാതെ കൈ നനയാതെ മീൻ പിടിക്കാം എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അത് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കേണ്ട. കാരണം രാഹുലിനെ താഴെ ഇറക്കാൻ വേണ്ടി, രാഹുലിനെ MLA സ്ഥാനം രാജിവെപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ രാഹുലിന് മൈലേജ് ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടികൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണ്ട എന്ന് മാപ്രകൾ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മാപ്രകൾ വരാതിരിക്കുന്നത്. അങ്ങനെ മാപ്രകൾ വന്നിട്ടില്ലെങ്കിലും ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. പക്ഷെ അവിടെ ഒരു ചെറിയ ഒരു കോമഡി ഉണ്ട്. എന്താണ് ആ കോമഡി? ആ കോമഡിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് കോമഡി? ഇന്നലെ ഇപ്പൊ ഈ പിരായിരി പഞ്ചായത്തില് പുതുക്കുളങ്ങരയിൽ ഇങ്ങനെ ഒരു മിനിമാസ് ലൈറ്റ് അത് രാഹുല് ഇന്നലെ ഉദ്ഘാടനം ചെയ്തപ്പോ ഈ പറയുന്ന അതിന് ചിലവഴിച്ച തുക എന്ന് പറയുന്നത് 3,60,000 രൂപയാണ്. ഓക്കെ, ഓൾമോസ്റ്റ് നമുക്ക് റൗണ്ട് ആക്കിയിട്ട് 4 ലക്ഷം രൂപ എന്ന് പറയാം.
പറയാനുള്ള എളുപ്പത്തിനും നിങ്ങൾക്ക് ഓർക്കാനുള്ള എളുപ്പത്തിനും അതിന് 4 ലക്ഷം രൂപ എന്ന് നമുക്കതിനെ പറയാം. 4 ലക്ഷം രൂപയ്ക്കാണ് ഇത്തരത്തിൽ ഒരു മിനിവാസ് ലൈറ്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വികസന ഫണ്ടിൽ നിന്ന് ഉപയോഗിച്ച് അവിടെ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ നാട്ടുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ നാടുകളിലൊക്കെ ഇങ്ങനെ നിരവധിയായ മിനിവാസ് ലൈറ്റുകൾ MLA വികസന ഫണ്ട്, MP വികസന ഫണ്ട് എന്നൊക്കെ തുക ചെലവഴിച്ച് സ്ഥാപിച്ചിരിക്കുന്ന ലൈറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ പലപ്പോഴും അതിന്റെ താഴെകളിൽ ഇത്തരത്തിൽ പൊതുപ്രവർത്തകര് അവരുടെ ഈ ഫണ്ടുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന അതിന്റെ താഴെ എത്രയാണ് ഫണ്ട് ചെലവഴിച്ചത് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. പല സ്ഥലത്തും നമ്മൾ 3 ലക്ഷം, 2,60,000, 4 ലക്ഷം ഇങ്ങനെ പല രീതികളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ ഡിപ്പെൻഡബിൾ ആണ്. കാരണം ഈ ലൈറ്റ് അവര് വാങ്ങുന്ന സ്ഥലം, അതുപോലെ ഇതിന്റെ ഈ പറയുന്ന ലൈറ്റിന്റെ ഹൈറ്റ്, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റുകളുടെ എണ്ണം, LED ലൈറ്റുകളുടെ എണ്ണം, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ ഒക്കെ വരാം അല്ലെ? സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള വേരിയേഷനുകളൊക്കെ ഉണ്ടാവും. ഇല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ആ ചിത്രത്തിൽ നിങ്ങളൊന്ന് നോക്ക്. തളിപ്പറമ്പ് നിയോജക മണ്ഡലം ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ. ആരാണ് MV ഗോവിന്ദൻ മാസ്റ്റർ? നമ്മുടെ ഈ പറയുന്ന പാർട്ടിയുടെ കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറി. MV ഗോവിന്ദൻ മാസ്റ്റർ MLA 2022, 2023 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ആസ്തി വികസന ഫണ്ടിൽ നിന്നും സ്ഥാപിച്ച മിനി മാസ് ലൈറ്റ് ആണ്. അതിന്റെ ഒരു അഫലകം നമ്മൾ ഇത് എല്ലായിടത്തും കാണുന്നതാണ്. അഫലകം വെച്ചിട്ടുണ്ടാവും. സ്ഥലം മയിലാട് ജംഗ്ഷൻ. എവിടെ? തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലുള്ള മയിലാട് ജംഗ്ഷനിലാണ് ഈ ലൈറ്റ് വെച്ചിരിക്കുന്നത്. അടങ്കൽ തുക എത്രയാണ്? എനിക്ക് തെറ്റുമോ എന്ന് ഞാൻ പല ആവർത്തി വായിച്ചു നോക്കി. 1, 2, 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, 24 ലക്ഷം രൂപ ഒരു മിനി മാസ് ലൈറ്റിന്. മനസ്സിലായില്ലേ? 24 ലക്ഷം രൂപ. ഇനി നിങ്ങൾ ഈ മിനി മാസ് ലൈറ്റ് എന്ന് ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അവിടെ 2,40,000 മുതൽ ഏറ്റവും ഹൈറ്റുള്ള ലൈറ്റിന് 6,15,000 രൂപ വരെ പല വിധത്തിൽ പല ലൈറ്റുകളുടെ എണ്ണം, LED ലൈറ്റുകളുടെ എണ്ണത്തിലൊക്കെ അവൈലബിൾ ആണ്. ഈ പറയുന്ന പോളിന്റെ ഹൈറ്റിനനുസരിച്ചുള്ള വിലകളാണ്. പോളിന്റെ ഹൈറ്റ് കൂടുമ്പോൾ അതിനനുസരിച്ച് ലൈറ്റ് വിലയിൽ വ്യത്യാസം ഉണ്ടാകും. ലൈറ്റുകളുടെ എണ്ണം കൂടുമ്പോൾ വിലയിൽ വ്യത്യാസം ഉണ്ടാകും, ഒക്കെ ഉണ്ടാവും. അവിടെ ഞാൻ കണ്ടതിൽ ഏറ്റവും ഹൈറ്റുള്ള ലൈറ്റും അതുപോലെ ഏറ്റവും കൂടുതൽ ലൈറ്റുകളുമായിട്ട് നോക്കുമ്പോൾ ഒരു 6,15,000, 7 ലക്ഷം രൂപ തന്നെ കൂട്ടാം. ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു ലൈറ്റ് സ്ഥാപിച്ചതിന് ഗോവിന്ദൻ മാഷ് അടിച്ചു മാറ്റിയത് 24 ലക്ഷം രൂപയാണ്. ഒരു ലൈറ്റ് ഗോവിന്ദൻ മാഷ് വെച്ചതിന് 24 ലക്ഷം രൂപ. ഞാനിപ്പോ രാഹുൽ മാങ്കൂട്ടം ഇന്നലെ ചെയ്ത പ്രവൃത്തിയാണ് പിരായിരിയിൽ. അവിടെ 3,60,000 രൂപയാണ് അതിനു വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. നിങ്ങളിത് നോക്കി നോക്ക്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാവും. ഇപ്പൊ എന്റെ വീട്ടിന്റെ അടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാല് നമ്മുടെ പള്ളിയുടെ അവിടെ ആ ജംഗ്ഷനിൽ ഇതുപോലെ ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ 3 ലക്ഷം രൂപ എന്നാണ് അവിടെ അടങ്കൽ തുക എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? 24 ലക്ഷം രൂപ ഒരു മിനിമാസ് ലൈറ്റിന്റെ പേരില് അടിച്ചു മാറ്റിയ സഖാവാണ്. അപ്പോ ഇതൊക്കെ ഇപ്പൊ ചർച്ചയാക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഇപ്പൊ ചർച്ചയാവണം. കാരണം ഇനിയാണ് നമ്മുടെ മുന്നില് ഈ കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ടായിരിക്കണം നമ്മുടെ മഷി പുരട്ടുന്നുണ്ടെങ്കിൽ ആ മഷി പുരട്ടുന്നതിന് മുമ്പായിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരണം അല്ലെ? ആ കാര്യത്തിലൊന്നും ഒരു തർക്കവും വേണ്ട. അപ്പോ ഗോവിന്ദൻ മാഷിന്റെ 24 ലക്ഷം രൂപ, രാഹുൽ മാങ്കൂട്ട് സ്ഥാപിച്ച മിനിമാസ് ലൈറ്റിന് 3,60,000 രൂപ. എന്താണല്ലേ? എന്താണ്? ജനങ്ങളെ പൊതുമുതൽ കൊള്ളയടിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഒരു ജന്മങ്ങൾ. മനസ്സിലായില്ലേ? ഇവർക്ക് താല്പര്യങ്ങൾ നമ്മൾ കണ്ടല്ലോ. താല്പര്യങ്ങൾ എന്ന് പറയുന്നത് ഇവിടുത്തെ കേരളത്തിന്റെ സമൂഹമോ അല്ലെങ്കിൽ ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസ രംഗമോ പൊതുസമൂഹമോ ഇവിടുത്തെ ഖജനാവോ നികുതി പണമോ ഇതൊന്നുമല്ല. ഇവിടെ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ വ്യക്തമായ താല്പര്യങ്ങൾ. സ്വന്തം കീശ, സ്വന്തം കുടുംബം, സ്വന്തം മക്കൾ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. സ്വന്തക്കാർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ചില ആളുകൾ.
അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അത് സാന്ദർഭികമായിട്ട് ഇത് കഴിഞ്ഞ ദിവസം കണ്ടതുകൊണ്ട് ഒരു സാന്ദർഭികമായിട്ട് അവിടെ ഞാൻ ഒന്ന് സൂചിപ്പിച്ചതെന്ന് മാത്രം. എന്താണെങ്കിലും പാലക്കാടിന്റെ മണ്ണില് രാഹുൽ മാങ്കൂട്ടത്തില് വലിയ കുതിപ്പ് തന്നെ നടത്തുകയാണ്, വലിയ തരംഗമാവുകയാണ്. അതിനി BJPക്കിടയിലാണെങ്കിലും ശരി, CPMന്റെ ഇടയിലാണെങ്കിലും ശരി, സംഘപരിവാറുകൾക്കിടയിലാണെങ്കിലും ശരി, സഖാക്കൾക്കിടയിലാണെങ്കിൽ പോലും രാഹുൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. രാഹുൽ വലിയ സ്വീകാര്യനാവുന്നു. രാഹുലിന്റെ പ്രവൃത്തികൾക്ക് കൈയടിക്കാൻ പാലക്കാട്ടെ ജനമുണ്ട്. ഈ കയ്യടി ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല. പാലക്കാട് നഗരസഭയും കണ്ണാടിയൊക്കെ അടങ്ങുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ഭരണം തിരിച്ചു പിടിക്കാൻ വേണ്ടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ള തീരുമാനം. അതിനു വേണ്ടി തന്നെയാണ് അയാളുടെ പ്രവൃത്തികൾ. ഈ പറയുന്ന വികസന പ്രവർത്തനങ്ങളോടൊപ്പം രാഷ്ട്രീയപരമായ കരുനീക്കങ്ങൾ രാഹുൽ നടത്തുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചതുപോലെ വ്യക്തമായ അജണ്ടകളുടെയും ലക്ഷ്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. ഒന്ന് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്, മറ്റൊന്ന് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം തന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അതിനപ്പുറത്തേക്ക് ഈ തിരിച്ചുവരവ് പലതും ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയുള്ളതാണ്. തന്നെ ചൊറിയാൻ, തന്നെ മാന്താൻ നിന്നവർക്ക് തിരിച്ചടികൾ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് പാലക്കാടിന്റെ മണ്ണിൽ രാഹുൽ മാങ്കൂട്ടം തിരിച്ചെത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.